Good morning, all. Today we are discussing a topic titled as language policy. ഇന്ത്യയുടെ അവർ കൺട്രി നമ്മുടെ രാജ്യത്തിന്റെ ലാംഗ്വേജ് പോളിസിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോണ്ടംപററി ഓഫ് ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷനിലെ പഠിക്കാനുള്ള ടോപ്പിക്കുള്ള ഒരു ടോപ്പിക്കാണ് ലാംഗ്വേജ് പോളിസി. എന്താണ് ലാംഗ്വേജ് പോളിസി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? വാട്ട് ഇസ് ദ മീനിങ്, ദ വെരി വേർഡ്, വാട്ട് ഈസ് ദ meaning of the very word language policy. Language policy in education refers to the official rules and guidelines that govern the use of language in the education system. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകളുടെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്, ഒഫീഷ്യൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനാണ് നമ്മൾ ലാംഗ്വേജ് പോളിസി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിലെ ഭാഷാ നയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ, സമ്പ്രദായത്തിൽ ഉപയോഗിക്കേണ്ട ഭാഷകളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമാവലികളെ കുറിച്ച്, ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള നിയമാവലികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോളിസിക്കാണ്, നയത്തിനാണ് ലാംഗ്വേജ് ഭാഷാ നയം, ലാംഗ്വേജ് പോളിസി ഇൻ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദിസ് പോളിസി വെരി ഡിഫറെന്റ് ഫ്രം കൺട്രി ടു country and within a country based on factors such as language spoken by the population, historical and cultural factors and political consideration. ഈ പോളിസികൾ, ഈ ഭാഷാ നയങ്ങൾ വ്യത്യസ്തങ്ങളാവാം ഫ്രം കൺട്രി ടു കൺട്രി. പല രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒരു രാജ്യത്തിനകത്ത് തന്നെയും ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചരിത്രപരമായ, സാംസ്കാരികമായ, രാഷ്ട്രീയ പരിഗണനകളും ഘടനകൾക്കും അനുസരിച്ച് ഭാഷാ നയങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വി ആർ ഓൾ അവെയർ അബൌട്ട് ദാറ്റ് ഇന്ത്യ ഇസ് എ മൾട്ടി ലിംഗ്വൽ കൺട്രി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലിംഗ്വൽ കൺട്രിയാണ്. ഒരു ബഹുഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ. with a diverse linguistic background. India is a multilingual country with a diverse linguistical background. ഒരുപാട് ലിംഗ്വിസ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു മൾട്ടി ലിംഗ്വൽ കൺട്രിയാണ് ഇന്ത്യ. ആൻഡ് ലാംഗ്വേജ് പോളിസി ഇൻ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ എ സിഗ്നിഫിക്കന്റ് ഇഷ്യൂ ഇൻ ദ കൺട്രി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത് അതിന് വളരെയധികം പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ലാംഗ്വേജ് പോളിസിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ ബിഫോർ ഇൻഡിപെൻഡൻസ്, കൊളോണിയൽ പീരീഡിൽ തന്നെ ലാംഗ്വേജ് പോളിസിയായി ബന്ധപ്പെട്ട വലിയ ഡിബേറ്റുകൾ, കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഓക്സിഡന്റൽ ഓറിയന്റൽ കോൺട്രവേഴ്സിയാണ്, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സിയാണ്. ആ കോൺട്രവേഴ്സി നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ആ കോൺട്രവേഴ്സിയിൽ അന്ന് ലാംഗ്വേജ് പോളിസിയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ. ഒന്ന്, ഏത് ഭാഷയിലാണ്, ഏത് മീഡിയത്തിലാണ് ഇന്ത്യയിൽ പഠിപ്പിക്കേണ്ടത്? ഇംഗ്ലീഷിലാണോ അതോ ഇന്ത്യൻ ലാംഗ്വേജുകളിലാണോ? രണ്ടാമത്തെ അന്നത്തെ ആ ഡിബേറ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്ത് കോണ്ടന്റാണ്, എന്ത് വിഷയങ്ങളാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അത് ഒരു കൂട്ടർ പറഞ്ഞു ഇന്ത്യൻ ഓർ ഈസ്റ്റേൺ ടോപ്പിക്സ്, ഈസ്റ്റേൺ ലിറ്ററേച്ചർ, ഈസ്റ്റേൺ സബ്ജക്റ്റുകൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള അതിന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് വെസ്റ്റിന്റെ ആൾക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു. അതാണ് ആ കോൺട്രവേഴ്സിയുടെ ലാംഗ്വേജ് പോളിസിയെ ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് മദർ ടങ് എന്നുള്ളത്. നമുക്കറിയാം, ബേസിക് എഡ്യൂക്കേഷനോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം എന്നാണ്. ബേസിക് എഡ്യൂക്കേഷൻ ഗാന്ധിജിയുടെ നൈ താലീമിന് വാദ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ, ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷൻ ആര് മുന്നോട്ട് വെച്ചതാണ് എന്ന് ചോദിച്ചാൽ ആ ടേം ഗാന്ധിജിയുടേതാണ്. അതേസമയം ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നുള്ള അർത്ഥത്തിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
അപ്പം നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഡോക്യുമെന്റ്സുകളും എല്ലാ കമ്മീഷനുകളും പറഞ്ഞിട്ടുള്ള കാര്യം പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മദർ ടങ്ങിലാവണം എന്നുള്ളതാണ്. ഗാന്ധിജിയാണ് ആദ്യമായിട്ട് ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. ഗാന്ധിജിയുടെ ആ ഡോക്യുമെന്റിന് മുഴുവനായിട്ട് പറയുന്ന കാര്യവും ബേസിക് എഡ്യൂക്കേഷൻ ആ ഡോക്യുമെന്റിനെ കുറിച്ചും പറയാറുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എഡ്യൂക്കേഷൻ ഇൻ ദർ മദർ ടങ് വിൽ ബി ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ഇൻ ഗെറ്റിംഗ് എ ബെറ്റർ സെൻസ് ഓഫ് ദർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ നടക്കേണ്ടത് മദർ ടങ്ങിലാണ്. കാരണം ബേസിക് എഡ്യൂക്കേഷൻ മദർ ടങ്ങിൽ നടത്തുമ്പോഴാണ് സ്റ്റുഡൻസിന് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ടങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ചൈൽഡ് എഡ്യൂക്കേഷൻ. മദർ ടങ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് മെനി എക്സ്പേർട്സ് ആർഗ്യൂ ദാറ്റ് ഫോറിൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ നോട്ട് ഓൾവേസ് ദ ബെസ്റ്റ്. പലപ്പോഴും ഫോറിൻ ലാംഗ്വേജ് ബേസ് ചെയ്തുകൊണ്ടുള്ള ബേസിക് എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഒരു രീതിയല്ല എന്ന് ഒരുപാട് എഡ്യൂക്കേഷനിസ്റ്റ് എക്സ്പേർട്സുകൾ പറയുന്നുണ്ട്. സോ നമ്മുടെ രാജ്യത്ത് എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മദർ ടങ്ങിൽ ആവണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. Basic education becomes most effective when children begin learning in their mother tongue. മദർ ടങ്ങിൽ ബേസിക് എഡ്യൂക്കേഷൻ ലേൺ ചെയ്യുമ്പോഴാണ് അത് വളരെ എഫക്റ്റീവായി മാറുക. ദ ലാംഗ്വേജ് ദേ അണ്ടർസ്റ്റാൻഡ് ബെസ്റ്റ്. മദർ ടങ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന ഭാഷയാണ് മദർ ടങ് എന്ന് പറയുന്നത്. സോ മദർ ടങ് ഇൻസ്ട്രക്ഷൻ ഹെൽപ്സ് ചിൽഡ്രൻ ഗ്രാസ് കോൺസെപ്റ്റ് ഈസിലി. സോ മദർ ടങ് എന്ന് പറയുന്നത് മാതൃഭാഷ എന്ന് പറയുന്നത് കുട്ടികളെ കോൺസെപ്റ്റ് വളരെ കൃത്യമായി ഗ്രാസ്പ് ചെയ്യാൻ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സഹായിക്കുന്നു. പാർട്ടിസിപ്പേറ്റ്സ് കോൺഫിഡൻ്റ്ലി. ഇറ്റ് ഗിവ്സ് കോൺഫിഡൻസ് ടു പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഡിസ്കഷൻസ് ആൻഡ് ഡെവലപ്പ് സ്ട്രോങ് ഫൗണ്ടേഷണൽ ലിറ്ററസി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ലിറ്ററസി ഉണ്ടാക്കുന്നു. ആൻഡ് ന്യൂമറിസി സ്കിൽസ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ സ്കിൽസും മദർ ടങ് കാരണമായിട്ട് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ഫിയർ കുറക്കാൻ സഹായിക്കുന്നു. ഇൻക്രീസ് ക്ലാസ് റൂം എൻഗേജ്മെന്റിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ആൻഡ് ബിൽഡ് സെൽഫ് എസ്റ്റീം. നമുക്കൊരു സെൽഫ് എസ്റ്റീം ഫീൽ ചെയ്യാൻ, കുട്ടികളിൽ ഒരു സെൽഫ് എസ്റ്റീം ഫീൽ ചെയ്യാൻ മദർ ടങ്ങിലുള്ള ബേസിക് എഡ്യൂക്കേഷൻ കാരണമാകുമെന്നാണ് പറയുന്നത്. സോ റിസർച്ച് ഷോസ് ദാറ്റ് ചിൽഡ്രൻ ഹു സ്റ്റാർട്ട് എഡ്യൂക്കേഷൻ ഇൻ ദിയർ ഹോം ലാംഗ്വേജ് ലേൺ ഫാസ്റ്റർ ആൻഡ് ലേറ്റ് അക്വയർ സെക്കൻഡ് ലാംഗ്വേജ് മോർ സക്സസ്ഫുള്ളി. പല പഠനങ്ങളും കാണിക്കുന്നത് മദർ ടങ്ങിൽ ഹോം ലാംഗ്വേജിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ അവർ വളരെ വേഗത്തിൽ പഠിക്കുകയും അവരുടെ മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അക്വയർ ചെയ്യാനും കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷെ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഏർലി സ്റ്റേജിൽ തന്നെയാണ് കുട്ടിക്ക് ഈസി ആയിട്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ പഠിക്കാൻ കഴിയുക എന്നുള്ളത്. സോ എല്ലാ ഭാഷാ പഠനത്തിനും അല്ലെങ്കിൽ എത്ര ഭാഷകൾ പഠിക്കാനും ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ്. യൂസിങ് മദർ ടങ് ആൽസോ പ്രിസർവ് കൾച്ചറൽ ഐഡന്റിറ്റി. മദർ ടങ് ഉപയോഗിക്കുന്നതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഇറ്റ് പ്രിസർവ്സ് കൾച്ചറൽ ഐഡന്റിറ്റി. സാംസ്കാരികമായ ഐഡന്റിറ്റിയെ പ്രിസർവ് ചെയ്യാൻ ഇത് കാരണമാകും. സ്ട്രെങ്തൻസ് ഫാമിലി സ്കൂൾ കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നു. പലപ്പോഴും ഡിഫറെന്റ് കൾച്ചർ ഉപയോഗിക്കുന്നിടത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് പാരൻസിന്റെ ലാംഗ്വേജും അതേപോലെ തന്നെ അതേപോലെ കുട്ടികളുടെ സ്കൂൾ ലാംഗ്വേജും ഡിഫറൻസ് ആകുന്ന സമയത്ത് ഫാമിലി സ്കൂൾ കണക്ഷൻസിൽ വീക്ക് ആവും. സോ ഇറ്റ്സ് മദർ ടങ് പലപ്പോഴും സ്ട്രെങ്തൻസ് ഫാമിലി സ്കൂൾ കണക്ഷൻ ആൻഡ് പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ. വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എസ്പെഷ്യലി ഫോർ മാർജിനലൈസ്ഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ മാർജിനലൈസ്ഡ് പീപ്പിൾ ഉണ്ടാവും സോഷ്യോ കൾച്ചറൽ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാരണം. സോ അവർക്ക് കൂടി ഒന്നുകൂടി നന്നായ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടാൻ കാരണമാകും. Therefore, integrating mother tongue in early schooling is essential for meaningful learning and holistic development. അതുകൊണ്ട് തന്നെ മദർ ടങ്ങിന് ഏർലി സ്കൂളിങ്ങിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മീനിങ് ലേണിങ്ങിനും ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മീനിങ് അർത്ഥപൂർണമായ പഠനം നടക്കണമെങ്കിൽ അതേപോലെ തന്നെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് സാധ്യമാവണമെങ്കിലും ഏർലി സ്കൂളിംഗ് മദർ ടങ്ങിലാവണം എന്നാണ് പറയുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് ബേസിക് എഡ്യൂക്കേഷനും മദർ ടങ്ങും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റ് ടു മദർ ടങ്. മദർ ടങ്ങുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്, ഭരണഘടനയിലുള്ള മദർ ടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ആർട്ടിക്കിൾ 343. Article 343 is about the official language of the Union of India. നമ്മുടെ ആർട്ടിക്കിൾ 343 പറയുന്നത് ഇന്ത്യയിലുള്ള ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചാണ്. യൂണിയൻ ഓഫ് ഇന്ത്യയിലുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ്. അക്കോർഡിംഗ് ടു ദിസ് ആർട്ടിക്കിൾ ഇറ്റ് ഈസ് ടു ബി ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ന്യൂമറൽസ് ഷുഡ് ഫോളോ ദ ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ്. ന്യൂമറൽസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ന്യൂമറൽസിന്റെ ഇന്റർനാഷണൽ ഫോം ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നു വാക്യങ്ങളുടെ കാര്യത്തിൽ. This article also states that English will continue to be used as an official language for 15 years from the commencement of the Constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് മുതൽ ഒരു 15 വർഷത്തേക്ക് നമ്മുടെ നാട്ടിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യാം, ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാം എന്നുകൂടി ഈ ആർട്ടിക്കിൾ 343 ആർട്ടിക്കിൾ പറയുന്നതാണ്. അപ്പം ആർട്ടിക്കിൾ 343 പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഹിന്ദിയാണ് എന്നും, പക്ഷേ നമുക്ക് 15 വർഷം വരെയും ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കാം എന്നുമാണ് ഈ പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഈ ഒരു ആർട്ടിക്കിൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 346 ആണ്, 346. ഇറ്റ്സ് അബൌട്ട് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദ യൂണിയൻ. നമ്മുടെ രാജ്യവും അതേപോലെ തന്നെ മറ്റു യൂണിയനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കേണ്ട ഒഫീഷ്യൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടാണ് ആർട്ടിക്കിൾ 346 പറയുന്നത്. This article states that the authorized language will be used. Authorized language ആണ് ഉപയോഗിക്കേണ്ടത് പറയുന്നത്. However, if two or more states agree that their communication shall be in Hindi, then Hindi may be used. നമ്മുടെ ആർട്ടിക്കിൾ പറയുന്നത് രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾ പറയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷന് ഹിന്ദി ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മുടെ പരിഗണനയിൽ ആർട്ടിക്കിൾ 346 പറഞ്ഞിട്ടുള്ളത്. ദെൻ ആർട്ടിക്കിൾ 347 ഫസ്റ്റ് പറഞ്ഞ ആർട്ടിക്കിൾ 343 ആണ്, സെക്കൻഡ് പറഞ്ഞത് ആർട്ടിക്കിൾ 346 ആണ്, തേർഡ് ആർട്ടിക്കിൾ 347. ഇറ്റ് ഗിവ്സ് ദ പ്രസിഡന്റ് ദ പവർ ടു റെക്കഗ്നൈസ് എ ലാംഗ്വേജ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഈവൻ സ്റ്റേറ്റ്. ഒരു ലാംഗ്വേജിനെ ഒരു സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പ്രസിഡന്റിനുള്ള അധികാരത്തെയാണ് ആർട്ടിക്കിൾ 347 പറയുന്നത്. Provide that president satisfies that a substantial proportion of the state of that state desires in that the language to be recognized. അത് പ്രസിഡന്റ് മനസ്സിലാവുകയാണ് ആ സ്റ്റേറ്റിലുള്ള ഒരു വലിയൊരു വിഭാഗം, ഒരു വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് ആ സ്റ്റേറ്റിലുള്ള ഇന്ന ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് ആവണം എന്നാണെങ്കിൽ പ്രസിഡന്റിന് അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള പവറാണ് ആർട്ടിക്കിൾ 347 പറയുന്നത്. സച്ച് റെക്കഗ്നിഷൻ ക്യാൻ ബി ദ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓർ ദ ഹോസ്റ്റ് സ്റ്റേറ്റ്. അത് ആ സ്റ്റേറ്റിന്റെ മൊത്തത്തിൽ ഒരു അംഗീകാരമായിട്ട് മാറും. ചിലപ്പോൾ ക്യാൻ ബി എ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു പാർട്ട് ഓഫ് ദ സ്റ്റേറ്റിന് വേണ്ടി റെക്കഗ്നൈസ് ചെയ്തു കൊടുക്കാനുള്ള അവകാശവും പ്രസിഡന്റിന് ഉണ്ട് എന്നാണ് ആർട്ടിക്കിൾ 347 പറയുന്നത്. Then മറ്റൊരു ആർട്ടിക്കിൾ 350B ആണ്. ആർട്ടിക്കിൾ 350B provides for the establishment of a special officer for linguistic minorities. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 350B എന്ന് പറയുന്നത്. The officer shall be appointed by the president. പ്രസിഡന്റ് ആണ് അത് അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഭാഷാപരമായ ന്യൂനപക്ഷമായവർക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെ തയ്യാറാക്കി കൊടുക്കുക. അവരുടെ കാര്യങ്ങൾ, അവരുടെ ലീഗൽ ആൻഡ് മറ്റു ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെ അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത്. And then I shall investigate all matters related to safeguards of for linguistic minorities. പ്രസിഡന്റ് ഇങ്ങനെ ഒരാൾ അപ്പോയിന്റ് ചെയ്യുകയും അയാൾ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു ദ പ്രസിഡന്റ്, നേരിട്ട് പ്രസിഡന്റിന് ആ സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. The president may then place the reports before each house of the parliament or send
them to the government of the states concerned. പ്രസിഡന്റിന് ഈ റിപ്പോർട്ട് ഈ പാർലമെന്റിന്റെ ഇരു സഭകളിലും ലോക്സഭ ആൻഡ് രാജ്യസഭ അവിടെയൊക്കെ അത് റിപ്പോർട്ട്സ് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കൺസേൺ സ്റ്റേറ്റിന്, ഏത് സ്റ്റേറ്റിലാണോ ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഉള്ളത് ആ സ്റ്റേറ്റിലേക്ക് ആ റിപ്പോർട്ട് അവർക്ക് ഗവൺമെന്റിന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. Then Article 350A facilitate instruction in mother tongue at the primary stage. നമ്മൾ ഈ വെരി സ്റ്റാർട്ടിങ് ഓഫ് ദിസ് ക്ലാസ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ലാംഗ്വേജ് പോളിസിയിൽ മദർ ടങ്ങുമായി ബന്ധപ്പെട്ട കാര്യം. അത് ആർട്ടിക്കിൾ 350A പറയുന്നത് പ്രൈമറി സ്റ്റേജിൽ മദർ ടങ്ങിൽ ഇൻസ്ട്രക്ഷൻസ് വിദ്യാഭ്യാസം നടക്കണം എന്നുള്ള കാര്യം. ആർട്ടിക്കിൾ 351 gives power to the union government to issue a directive for the development of the Hindi language. ആർട്ടിക്കിൾ 351 പറയുന്നത് യൂണിയൻ ഗവൺമെന്റിനുള്ള പവറിനെയാണ് ഹിന്ദി ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനുള്ള പവറിനെയാണ് ആർട്ടിക്കിൾ 351 സൂചിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ പറയുന്നത് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഈ ആർട്ടിക്കിൾ മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. The article states that any section of the citizens who have a distinct language, script or culture of its own shall have the right to conserve the same. ഈ ആർട്ടിക്കിൾ any section of the citizens, നമ്മുടെ ഏത് സെക്ഷൻ ഓഫ് സിറ്റിസൺസും ദേ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ്, അവർക്ക് അവരുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട് അല്ലെങ്കിൽ കൾച്ചർ ഉണ്ട്, അവർക്ക് അത് കൺസേർവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29 എന്നുള്ളത്. ഇത്രയാണ് നമുക്ക് കാര്യമായിട്ട് ഇതിൽ പറയാനുള്ള പ്രൊവിഷൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായും ഇത്രയും ആർട്ടിക്കിളാണ് നമുക്ക് പറയാനുള്ളത്. ആർട്ടിക്കിൾ 29, then Article 350A, Article 350B, then Article 347, Article 346, Article 343. ഇത്രയും ആർട്ടിക്കിളാണ് പ്രധാനമായിട്ടും ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് റിലേറ്റ് ടു ലാംഗ്വേജ് എന്ന രീതിയിലെ ടോപ്പിക്ക് വന്നാൽ നമ്മൾ പ്രധാനമായും എഴുതേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഇതാണ് ബേസിക് ആയിട്ട് ലാംഗ്വേജ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ലാംഗ്വേജ് പോളിസിയായി ബന്ധപ്പെട്ട് എന്താണ് ലാംഗ്വേജ് പോളിസി എന്ന് മനസ്സിലാക്കുക. ദെൻ ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് മദർ ടങ്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ. പിന്നെ വേറെ ടോപ്പിക് ഉള്ളത് അത് 3 ലാംഗ്വേജ് ഫോർമുലയാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്, അതും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആൻഡ് ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് മദർ ടങ്. So thank you all of you.